ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേർ ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാം കാത്തിരിക്കുകയായിരിക്കും. ഇത്തരത്തിൽ ചില ആളുകൾക്ക് ചില തെറ്റായ ധാരണകളെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ എനിക്കും ഈ ഒരു ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധാരണകളെല്ലാം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഈ ഒരു വീഡിയോ എല്ലാം ചെയ്യാമെന്ന് കരുതിയത്. ഞാൻ ആദ്യമെല്ലാം വീഡിയോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ്. അതിൽ എനിക്ക് മൾട്ടിപ്പിൾ ചാനലെല്ലാം തന്നെ മോണിറ്റൈസ് ആയി അതിൽ നിന്നും ചെറിയൊരു വരുമാനമെല്ലാം വരുന്നുണ്ടായിരുന്നു. എന്നാൽ യൂട്യൂബിൻ്റെ വരുമാനം ഒരു സമയത്ത് നല്ല രീതിയിൽ കുറവെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഇത്തരത്തിൽ നമുക്ക് മറ്റു പ്ലാറ്റ്ഫോമുകൾ കൂടി എന്തുകൊണ്ട് നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്തുകൂടാ എന്നതുകൊണ്ടാണ് ഫേസ്ബുക്കിലേക്ക് തന്നെ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാനെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 4 മാസമായി ഞാൻ ഫേസ്ബുക്കിലെല്ലാം വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ഫേസ്ബുക്കിൽ 14,500-നടുത്ത് ഫോളോവേഴ്സ് എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഫോളോവേഴ്സ് എല്ലാം വന്നു. അത്യാവശ്യം നല്ല വ്യൂസ് എല്ലാം ഒരു സമയത്തുള്ള സമയത്ത് എനിക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല. സ്റ്റാർസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഇതുപോലെ സ്റ്റാർസ് അല്ലെങ്കിൽ ഗിഫ്റ്റിൽ നിന്നൊന്നും അധികം റവന്യൂ ഒന്നും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വളരെ തുച്ഛമായ എന്തെങ്കിലും റവന്യൂ എല്ലാം ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതിനാൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആഡ്സിൽ നിന്നുള്ള റവന്യൂ എല്ലാം നമുക്ക് ലഭിക്കുക എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്തുകൊണ്ട് നമ്മുടെ പേജിന് ഇതിന് എനേബിൾ ആകുന്നില്ല എന്ന് ചോദിച്ച് ഞാൻ പലവട്ടം ഈ ഒരു മെറ്റ ടീമുമായി, അതായത് അവരുടെ സപ്പോർട്ട് ടീമുമായി എല്ലാം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പുതുതായി പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ എല്ലാം ലഭിക്കും. ഇത്തരത്തിൽ ഈ ഒരു ഇൻവിറ്റേഷൻ എല്ലാം ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് സെറ്റപ്പ് ചെയ്യാനെല്ലാം സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പേജ് എല്ലാം തുടങ്ങി ഇതിൽ 20,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 40,000 ഫോളോവേഴ്സ് എല്ലാം ആയി എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ചില ആളുകൾക്കെല്ലാം ഇതുപോലെ അവർക്ക് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കുന്നില്ല. മറ്റു വയലേഷൻസ് ഒന്നും എൻ്റെ പേജിന് ഇതുവരെ വന്നിട്ടില്ല. അതായത് നമുക്ക് ഇവിടെ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റു വയലേഷൻ ഒന്നും തന്നെ എൻ്റെ പേജിന് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ പേജിൽ സാധാരണ വരുന്ന ഒരു ഫീച്ചർ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്വയറി എല്ലാം റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഇഷ്യൂ എല്ലാം റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടിക്കറ്റ് എല്ലാം റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിനൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ നേരത്തെ പോലെയല്ല, നമുക്കൊരു ഇൻവിറ്റേഷൻ മാത്രമാണ് ലഭിക്കുക എന്നാണ് ഇവരുടെ ടീമിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത്തരത്തിലൊരു മറുപടി എല്ലാമാണ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഈ ഒരു സപ്പോർട്ട് ടീമിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ സെറ്റിങ്സ് എല്ലാം കറക്റ്റായി നിങ്ങൾ കൊടുത്തിട്ടില്ലേ എന്നെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും എറർ എല്ലാം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാം വന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും ഇത് ക്ലിയർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇത്തരത്തിൽ എന്തെങ്കിലും വയലേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങളെല്ലാം എടുത്തായിരിക്കും ഇത് ലഭിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വയലേഷൻസ് വന്നവർക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നില്ല, കുറച്ച് സമയമെല്ലാം എടുത്തായിരിക്കും ഇത് ലഭിക്കുക. അതുപോലെ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് ഇതിന് ഇൻട്രസ്റ്റഡ് ആണ്, അതായത് നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതിന് നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്നെല്ലാം. അത് നിങ്ങൾ ഫിൽ ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്നൊരു മെസ്സേജ് എല്ലാമാണ് ലഭിക്കുക. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഘട്ടം ഘട്ടമായി നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുള്ളവരിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നവർക്കെല്ലാം എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പേജിൽ ഇവിടെ 14,000-ൽ കൂടുതൽ ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്. എന്നാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ആളുകളുടെ പേജിൽ അവർക്ക് 3,000 മാത്രം ഫോളോവേഴ്സ് എല്ലാം ആയപ്പോഴേക്കും അവർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ
നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ചില ചാനലുകൾക്ക് ഇത് നേരത്തെ ലഭിക്കില്ല. ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില പേജുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു ക്രൈറ്റീരിയ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ പരമാവധി കണ്ടൻറ്റ് ഇത് കൺസിസ്റ്റൻ്റായി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് പരമാവധി നമ്മുടെ എൻഗേജ്മെൻ്റ് എല്ലാം വർദ്ധിപ്പിക്കാനും ഇതുപോലെ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം ചെയ്ത് വയലേഷൻസ് ഒന്നും ഇല്ലാത്ത വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് റീച്ച് എല്ലാം ലഭിക്കുന്ന സമയത്തെല്ലാം, അതായത് എൻഗേജ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ എല്ലാം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കുറേ അധികം പേർ, എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, എനിക്ക് ഇത്രയുമായി അത്യാവശ്യം എൻഗേജ്മെൻ്റ് എല്ലാം ആദ്യത്തിലുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഡീമോട്ടിവേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സപ്പോർട്ടീവുമായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചതാണ്. പക്ഷേ അവർക്കൊന്നും ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം, പല ആളുകളും പറയുന്ന കാര്യമാണ്, നമുക്ക് ഈ ഒരു ബ്ലൂ ടിക്ക് അല്ലെങ്കിൽ വേരിഫിക്കേഷൻ ബാഡ്ജ് എല്ലാം എടുത്താൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം ആ ഒരു പേജിനെല്ലാം വളരെ പെട്ടെന്ന് കിട്ടുമെന്നെല്ലാം ചില ആളുകൾക്കെല്ലാം ഒരു ധാരണയുണ്ടായിരുന്നു. അത്തരത്തിലാണ് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ തന്നെ ഈ ഒരു വേരിഫിക്കേഷൻ ബാഡ്ജ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എടുത്തിട്ട് ഒരു ആഴ്ചയിൽ കൂടുതലായി. ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൻ്റെ പ്രൊട്ടക്ഷൻ എൻഹാൻസ് ചെയ്യും. അതായത് ആർക്കെങ്കിലും നമ്മുടെ പേജെല്ലാം ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം നല്ല പ്രൊട്ടക്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഫൈൽ വേറിട്ട് നിൽക്കുന്നതിന്, അതായത് ഒരു വേരിഫൈഡ് പ്രൊഫൈലിൽ നിന്നും ഒരു മെസ്സേജ് എല്ലാം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മുടെ പേജെല്ലാം കാണുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റായി കാണാനെല്ലാം സാധിക്കും. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോഴെല്ലാം ഇത്തരത്തിൽ വളരെയധികം ഗുണമെല്ലാം ഈ ഒരു വേരിഫിക്കേഷൻ ബാഡ്ജ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡാണ്. അതായത് ഇപ്പോൾ ഒരേ നെയിമിൽ തന്നെ പല ആളുകളെല്ലാം ഉണ്ട്. അതിലൊരാൾ ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ വേരിഫിക്കേഷൻ ബാഡ്ജ് എല്ലാം എടുക്കുകയാണെങ്കിൽ അവരുടെ പേരെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വേരിഫൈഡ് ആയിട്ടുള്ള പ്രൊഫൈലെല്ലാം ഏറ്റവും മുകളിലായി കാണിക്കുകയും, അതുപോലെ ആ ഒരു പ്രൊഫൈലുമായി കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ബെനിഫിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഇവിടെ ചിന്തിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം വളരെ പെട്ടെന്നെല്ലാം ലഭിക്കുമെന്നൊരു ധാരണയിൽ ഒരു മാസത്തേക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ബാഡ്ജ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വേരിഫിക്കേഷൻ ബാഡ്ജ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ ഇത് എടുത്തത് കൊണ്ട് നമുക്ക് അഡീഷണലായി മറ്റു പല ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇത് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് നമുക്കൊരു ഗുണവും ലഭിക്കുന്നില്ല. ഇനി ഇൻഡയറക്റ്റായി നമുക്ക് കുറേ മാസങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരാഴ്ചത്തെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മറ്റു അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും നമുക്ക് അധികം കാണാൻ സാധിക്കില്ല. ഇനി റീച്ചിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ ഈ ഒരു ബാഡ്ജ് എല്ലാം എടുത്ത് ഇതിനു വേണ്ടി പണം കളയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന റീച്ച്, എനിക്ക് ഡെയിലി ഒരു 100 ഫോളോവേഴ്സ് എല്ലാം കയറിയിരുന്നത് ഈ ഒരു ബാഡ്ജ് എല്ലാം എടുത്തതിന് ശേഷം ഇത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരുടെ സപ്പോർട്ടീവുമായി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ കുറയാൻ ഒരു വഴിയുമില്ല. നമ്മുടെ ഈ ഒരു പേജ് എല്ലാം ആക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് വയലേഷൻ ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾ കണ്ടന്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേജ് വീണ്ടും നല്ല രീതിയിൽ ആക്റ്റീവ് ആകുമെന്നാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ അതും ശരിയായിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം കുറച്ച് ദിവസങ്ങളായി ഞാൻ അധികം കണ്ടന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഗ്രോത്ത് എല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടാവുക. കൺസിസ്റ്റൻ്റായി നിങ്ങൾ ഇതുപോലെ വീഡിയോസ് എല്ലാം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് എല്ലാം വരുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഷിജോ പി എബ്രഹാമിൻ്റെ ഒരു വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എനിക്ക് ലഭിക്കാത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് സെർച്ച് ചെയ്തപ്പോൾ വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്, അവർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് നാൾ അവർ ഈ ഒരു സപ്പോർട്ട് ടീമിന് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു കാര്യം അവർ ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ
എല്ലാം വൈകിയത് എന്നാണ്. അതായത് അവരുടെ പ്രൊഫൈലിൽ എനിക്ക് തോന്നുന്നത് അവരുടെ പേജിലാണ്. ആ പേജിന് അഡ്മിൻ പെർമിഷൻ എല്ലാം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഫൈലിൻ്റെ കീഴിൽ ഒരു പേജെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ അഡ്മിൻ പെർമിഷൻ എല്ലാം കൊടുക്കേണ്ട ഭാഗത്ത് എന്തെങ്കിലും നമുക്കൊരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ പോയി ഇത് കറക്റ്റായി ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് പോയി വയലേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും പെൻഡിങ് എല്ലാം ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അദ്ദേഹം ഇത് കുറേ സമയത്തേക്ക് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് യൂട്യൂബ് പോലെയല്ല, കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് അധികം വ്യക്തതയൊന്നുമില്ല. അതിനാൽ തന്നെയാണ് ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം എല്ലാവർക്കും ആദ്യമായി വരുന്നത്. പിന്നെ നമുക്ക് ഒന്ന് എല്ലാം ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം സെറ്റാകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അത് വളരെയധികം വർത്തായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഭാഗത്തു നിന്നും ഒന്നും പെൻഡിങ് ഇല്ല എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ഇൻവിറ്റേഷൻ പ്രോഗ്രാം എല്ലാം തന്നെ ഇതെല്ലാം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് സബ്മിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഇതുപോലെ ഈ ഒരു ബ്ലൂ ടിക്കിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇത് എടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്